ഒരു മനുഷ്യൻ്റെ സഹിഷ്ണുതയും വിശ്വാസവും എപ്പോഴവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അത് അവൻ്റെ കഷ്ടതകളിലും കണ്ണുനീരിൻ്റെ പാതകളിലും ആണ്. അവൻ ഒരു തീച്ചുളയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ വരുമ്പോഴാണ് തനിക്ക് വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ തനിക്ക് സഹിഷ്ണുത ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. എല്ലാം സന്തോഷമായിരിക്കുമ്പോൾ ജീവിതം ഏതൊരു കുഴപ്പവുമില്ലാതെ നാം വിചാരിച്ചിരിക്കുന്നതിലും അധികമായിട്ടുള്ള വരുമാനങ്ങൾ വന്ന് നാം നന്നായിരിക്കുമ്പോൾ എനിക്ക് സഹിഷ്ണുത ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, നാം എപ്പോൾ പ്രശംസിക്കപ്പെടുന്നു ദൈവസഭയിൽ? ലോകത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ദൈവസഭയിൽ എപ്പോൾ നാം പ്രശംസിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കണ്ണുനീരുകളെയും വേദനകളെയും നമുക്ക് വരുന്ന എല്ലാ ശോധനകളിലും നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ വിശ്വാസമുള്ളവരായി സഹിഷ്ണുത ഉള്ളവരായി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ അത് മുഖാന്തരമാണ് വെളിപ്പെട്ട് വരുന്നത്. ആയതിലേക്ക് വേണ്ടി കർത്താവ് നമ്മെ ഓരോരുത്തരെയും നമുക്ക് സഹിഷ്ണുതയും വിശ്വാസവും തന്ന വഴി നടത്തട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസവും സഹിഷ്ണുതയും അതിന് പരിശോധനയിൽ കൂടെ കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങളതിൽ തോറ്റുപോകാതെ ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി സ്ഥിരത ഉള്ളവരായി കാത്തു നിൽപ്പാൻ അതിനെ സഹിച്ച് കർത്താവെ എല്ലാ വിശ്വാസം കാത്തുകൊണ്ട് ദൈവസഭയിൽ കർത്താവെ അതൊരു പ്രശംസിക്കത്തക്കതായിട്ട് മാറുവാൻ എൻ്റെ ദൈവം നമ്മളെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.